ഹലോ ഫാമിലി, ഇറ്റ്സ് മീ ആമി ബാക്ക് അഗൈൻ. ഇന്ന് നേരം വെളുത്തതിൻ്റെ അതേ സമയത്ത് എന്തുകൊണ്ടൊരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് അമ്പലത്തിൽ പോവാണ്. അപ്പോൾ ഞാനൊരു 6:30-7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റ് ഫ്രഷായി. ഇപ്പോൾ തലേ ദിവസം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിന് പോയതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ സമയം വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ആ പ്രോഗ്രാമിന് പോയതുകൊണ്ട് തന്നെ എൻ്റെ തലമുടിയിൽ കുറച്ച്, അതായത് നമ്മൾ ആ ഷോയിൻ്റെ മുമ്പായിട്ട് മുടി കേളിയിലും ഇതൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുടിയിൽ കുറേ ക്രീമും സാധനങ്ങളൊക്കെ വലിച്ചു വരെ തേച്ചുകൊണ്ട് മുടി ഭയങ്കര റഫായിരുന്നു. ഞാൻ തിരിച്ചു വന്നിട്ട് മേല് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് അങ്ങനെ കിടക്കുക ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഇന്ന് അമ്പലത്തിൽ പോകുന്ന പരിപാടി തീരുമാനിച്ചുകൊണ്ട് ഇച്ചിരി നേരത്തെ ആണെങ്കിലും ആ സമയത്ത് ഞാൻ എണ്ണ ഇട്ടു. കാരണം മുടി അത്രയും റഫായിരിക്കുന്നതുകൊണ്ട്. എൻ്റെ ഹെയർ റൂട്ടീൻ ചെയ്യുമോ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിന് മുൻപൊക്കെ. അപ്പം ഇത് ഹെയർ റൂട്ടീൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇങ്ങനെയല്ല. ഇത് ഞാൻ ഇച്ചിരി നേരം എണ്ണയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ സാധാരണ ചില സമയത്ത് എന്താ പറയുക, രാത്രി എണ്ണയിട്ട് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ വേറെ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. ഇത് എൻ്റെ കൂടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ ടെമ്പിൾ വിസിറ്റ് എൻ്റെ രീതിയിൽ എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ഹെയർ റൂട്ടീൻ പരിപാടികളിൽ ഞാൻ നേരത്തെ യൂസ് ചെയ്തത്, ഓയിലായിട്ട് യൂസ് ചെയ്തത് സോൾഫ്ലവറിൻ്റെ ലാവൻഡർ ആൻഡ് റോസ്മേരി എന്ന് പറയുന്നൊരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് മുടി വളരാൻ വേണ്ടി റോസ്മേരിയുടെ ഒരു ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ നരയൊക്കെ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ നിങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ റോസ്മേരിയുടെ ഒരു ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആ സാധനം കണ്ടത് നമ്മളന്ന് മീഷോയിൽ നിന്ന് വാങ്ങിയ ഒരു സംഭവമാണ്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു റോസ്മേരിയുടെ ഓയിൽ, ആ ഡ്രോപ്പ് പോലത്തെ സാധനം ഞാൻ തലയിൽ രാത്രി ഇട്ടിട്ട് ഓൾട്ടർനേറ്റ് ഡേയ്സ് ഇട്ട് കിടന്നുറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര റിസൾട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ എന്താ പറയുക, മുടി കെട്ടി വെച്ചു കുറച്ച് നേരം. ആ സമയം കൊണ്ട് അയൺ ചെയ്ത് വന്ന ക്ലോത്ത്സ് ആണ് ഇത്. അതിനകത്ത് ഞാനൊരു യെല്ലോ ഡ്രസ്സ് ഇടാനായിരുന്നു വിചാരിച്ചത്, പക്ഷേ അത് കിട്ടിയില്ല. അപ്പം ഞാൻ ആ കിട്ടിയ ഡ്രസ്സ് വെച്ച് ഇത് ചെയ്തു. കാരണം ഈ എണ്ണയൊക്കെ ഇടാൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സമയം കുറച്ചധികം പോയി. അപ്പം എൻ്റെ ഷാമ്പു കണ്ടീഷണർ ഏതാണെന്ന് ചിലർ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കേൾസിനെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അംബോട്ടോ ജിയാനിനി എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് ഇത് ചെയ്തത്. അപ്പം ഞാൻ ഉടുപ്പൊക്കെ ഇട്ടു. മുടി ഇങ്ങനത്തെ, ഞാൻ റഫായിട്ടുള്ള ടവലല്ല മുടിക്ക് യൂസ് ചെയ്യാറ്, കാരണം മുടിയുടെ അത് ഭയങ്കര ഡ്രൈ ആക്കും. എന്നിട്ട് ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് ഡാബ് ചെയ്താണ് വെള്ളം കളയാറ്. സോ ഈ രണ്ട് സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ സമയമുള്ളപ്പോൾ ഞാൻ നല്ലോണം ഒരുങ്ങുകയൊക്കെ ചെയ്യും. സമയമില്ലായ്മ മാത്രമല്ല, ഇന്നത്തെ മേക്കപ്പ് ചെയ്യാൻ മൂടില്ല. പിന്നെ ചില ആൾക്കാർ ഞാൻ പറഞ്ഞും കമൻറ്റ്സിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട്, ഈ അമ്പലത്തിൽ പോകുമ്പോൾ എന്തിനാണ് ഒരുങ്ങുന്നത്. ബേസിക്കലി എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അതായത് ഞാൻ ഒരുങ്ങി പോകുന്നതിൻ്റെ താഴെയല്ല, പലരുടെയും വീഡിയോസിന് താഴെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇതിനകത്ത് നമ്മുടെ ദൈവത്തിനകത്ത് നമ്മൾ ഒരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മുടെ മനസ്സിലുള്ള സങ്കല്പത്തിലുള്ള ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഫാദർ, മദർ, എല്ലാത്തിനും ഉപരിയുള്ള നമ്മുടെ ഒരു ഗാർഡിയനാണ്. നമ്മുടെ ഗാർഡിയൻ എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം. അപ്പോൾ പലപ്പോഴും പെൺകുട്ടികളൊക്കെ ഒരുങ്ങി പോകുന്നതാണ്, ഇങ്ങനെ ഇത്ര ഒരുങ്ങുന്നേ എന്നുള്ളൊരു കാര്യം ചോദിച്ചു ഞാൻ കേട്ടിട്ടുണ്ട് പലരും. പക്ഷെ അത് ദൈവത്തിന് നമ്മളെ സുന്ദരിയായിട്ട് കാണാൻ തന്നെയായിരിക്കും ആഗ്രഹം. അപ്പോൾ അതാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ എന്തായാലും മറ്റേ സൺസ്ക്രീൻ ഇട്ടു, ആൻഡ് ദെൻ മോയ്സ്ചറൈസർ ഇട്ടു. സോ ടുഡേ ഐ എം നോട്ട് പുട്ടിങ് എനി മേക്കപ്പ് ഓൺ മൈ ഫേസ്. ഓക്കെ, ശരിക്കും കുറച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എൻ്റെ ബ്രാൻഡ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, വീഡിയോ. പിന്നെ മേക്കപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഐബ്രോ. ഞാൻ ചെറുതായിട്ട് മൈക്രോ ബ്ലേഡിങ് ചെയ്തായിരുന്നു. അതിനെപ്പറ്റി എൻ്റെ അടുത്ത് വീഡിയോ ചെയ്യണമെന്ന് കാര്യം പറഞ്ഞായിരുന്നു. അത് ഞാൻ ചെയ്യാം, പക്ഷെ എനിക്ക് എന്നാലും അതിൻ്റെ മുകളിൽ കൂടെ ഐബ്രോ വരച്ചാൽ എനിക്ക് കോൺഫിഡൻസ് ഉള്ളൂ. കാരണം ഞാൻ എപ്പോഴും പറയാറില്ല, എൻ്റെ ജോ കുറച്ച് ലോങ്ങർ പ്രോട്രൂഡഡ് ജോ ആയതുകൊണ്ട് എൻ്റെ ഈ ഏരിയയിൽ ഞാൻ കുറച്ചുകൂടെ എന്താ പറയുക, അവിടെ കുറച്ച് മേക്കപ്പ് ഒക്കെ ഒന്ന് കുറച്ച് ഡാർക്കർ ആക്കി. ഞാൻ എപ്പോഴും കണ്ണ് എഴുതുകയും ചെയ്യും, ഐബ്രോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഏരിയ കുറച്ചുകൂടി ഡാർക്കർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാലൻസ് കുറച്ച് കറക്റ്റായി കിട്ടും. ഇപ്പോൾ ജോ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് മോസ്റ്റ്ലി ഇതൊരു യൂസ്ഫുൾ കാര്യമായിരിക്കും. സോ ഞാൻ ഐബ്രോ എഴുതാറുണ്ട്. ഐബ്രോ എനിക്ക് മുഖ്യം പിടിക്കും. പിന്നെ ഐബ്രോ എങ്ങനെ കറക്റ്റായിട്ട് എഴുതുന്നതെന്നൊക്കെ കുറേ പേര് ചോദിച്ചതിൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യാറുണ്ട്. അത് കുറേ വർഷം എടുത്ത് എഴുതി മാത്രം അതിൽ പ്രാവീണ്യം നേടാനേ പറ്റുള്ളൂ. വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷോസിനൊക്കെ പോകുമ്പോഴും മേക്കപ്പും കാര്യങ്ങളൊക്കെ നിർബന്ധമായതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും ഇത് ചെയ്ത് പഠിച്ചതാണ്. അതുപോലെ വിങ്ഡൈ എനിക്ക് എഴുതാൻ ഭയങ്കര എളുപ്പമായിട്ട് ഇപ്പം പറ്റും. പക്ഷെ അത് ഞാൻ എഴുതാൻ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഒരു 20 വയസ്സ് മുതൽ ഞാൻ മര്യാദയ്ക്ക് വിങ്ഡൈ എഴുതാൻ തുടങ്ങിയത് കൊണ്ടാണ് എനിക്കിപ്പോഴും ഈ ഒരു പ്രായത്തിൽ എനിക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഐബ്രോ ടൈം. ഇനി എനിക്ക് അഗൈൻ
ഇത്തരം സാഹചര്യങ്ങൾക്ക് പെട്ടെന്ന് മേക്കപ്പ് ഇറങ്ങാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് മനസ്സിലാക്കി. സോ ഈ വാട്ടർ ടിൻ്റ് ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചതാണ്. എറ്റ്യൂഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് ഈ സാധനം. നല്ല മഴയൊക്കെ വൈബാണ്. ഇനി നമുക്ക് ലിപ്പ് ആൻഡ് ചീക്ക് സ്റ്റെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. സി ഇത് കുറേ നേരം മുഖത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇങ്ങനെ ഒരു പാട് പോലെ കിടക്കും. കുറച്ചൊരു ബ്ലഷ്ഡ് ലുക്ക് കിട്ടും എനിക്ക്. ആക്ച്വലി പൊങ്ങത്തരം പറയാമെന്ന് വിചാരിക്കരുത്, എനിക്ക് ഇച്ചിരി അത്യാവശ്യം ചോപ്പൊക്കെ ഉള്ളൊരു ചീക്കാണ്. പക്ഷെ അതിൻ്റെ കൂടെ അതും കൂടെ ഇടുമ്പോൾ സെറ്റാവും. അല്ല കഴിഞ്ഞു, ഞാൻ റെഡിയാണ്. ഇനി കണ്ണെഴുതൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ജോയിൻ്റ് ഇതുള്ളതുകൊണ്ട് എനിക്ക് കണ്ണ് എങ്ങനെയെങ്കിലും ഒന്നും എഴുതാതെ അമ്പലത്തിലൊന്നും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഞാൻ ചില ദിവസം അങ്ങനെ തന്നെ ഇറങ്ങി നടക്കാറൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇന്നിപ്പോൾ ചേച്ചിയും കൂടെ ഉണ്ട് അമ്പലത്തിൽ പോകാൻ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ഞാൻ മിക്കപ്പോഴും ചേച്ചിക്ക് നിനക്ക് വേറെ ഉടുപ്പ് കിട്ടിയില്ലേ, നിനക്ക് മര്യാദയ്ക്ക് ഒരുങ്ങായിരുന്നില്ല, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കണ്ണും കൂടി ഇറങ്ങാം. സോ എൻ്റെ പലരും ചോദിക്കുകയാണ് ഏത് ഇതാ നോക്കണേന്ന് യൂസ് ചെയ്യണേന്ന്. ഞാൻ പലപ്പോഴും പലത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടുന്നതാണ് എനിക്ക് കൺവീനിയൻസ്. അപ്പോൾ ഇന്നെൻ്റെ കയ്യിൽ കിട്ടിയത് മേബ്ലിൻ്റെ ഇത് കൊളോസൽ കാജലാണ്. ചില സമയത്ത് അങ്ങനെ പല ഇതും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് എഴുതാം. ഞാൻ പിന്നെ മുകളിൽ എഴുതുന്ന ആളാണ് മോസ്റ്റ്ലി, മുകളിലും അതുപോലെ ഉള്ളിലും. ഞാനൊരു ചെറിയൊരു ഹാക്ക് കാണിച്ചില്ല, അത് കറക്റ്റായിട്ട് ഇപ്പോൾ വരുമോയെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഈ അറ്റം ഇവിടെ ഉണ്ടല്ലോ, ഈ അറ്റത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഉപയോഗിച്ചു ഏറ്റവും എളുപ്പത്തിൽ വിങ്ഡ് അല്ലെങ്കിലും ആ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിങ്ങനെ ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? കാണുന്നുണ്ടോ? നോക്കൂ. അപ്പൊ ഈ ഒരു സാധനം കിട്ടാൻ ഇനിയിപ്പോൾ ധൃതി വെച്ചിറങ്ങാൻ നേരം നമുക്ക് പ്രത്യേകിച്ച് പറ്റത്തില്ല. റെഡി ആവാനൊന്നൊക്കെ സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. പിന്നെ അത് ഇതൊരു അടിപൊളി ബ്രഷാണ് കേട്ടോ, ടിപ്സി ബ്യൂട്ടിയുടെ സിൽക്കി കുഷ്യൻ. ഇതും ഒരു അടിപൊളി ബ്രഷാണ്. ഞാനിപ്പോൾ സമയമില്ലാത്തത് ഞാൻ എല്ലാം കൂടെ കാണിക്കുന്നില്ല. ഞാൻ കിട്ടുന്ന കാര്യം ഇത് മെബ്ലിൻ്റെ ലാഷ് സെൻസേഷണൽ. ഇറ്റ്സ് എ വാട്ടർ പ്രൂഫ് തിങ്. ഞാൻ കാഷ്വൽ എവറി ഡേ സീൻസിന് ഇതൊക്കെയാണ് മെബ്ലിൻ. ഐ തിങ്ക് ഐ ലൈക്ക്. നമ്മുടെ ഷൂസും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ബിഗർ ബ്രാൻഡ്സ്, കാരണം ലൈറ്റ് സെൻസിറ്റിവിറ്റി അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ചെയ്യാറ്. അപ്പം കഴിഞ്ഞു. ഇതാണോ മേക്കപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി മേക്കപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ല, പല ലെയേഴ്സ് ഓഫ് വർക്ക് ഉണ്ട്. പിന്നെ എനിക്ക് വിങ്ഡ് ഐ ഇസ് മൈ തിങ്. ഷോസിനാണെങ്കിലും എന്തിനാണെങ്കിലും. പിന്നെ ഇത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുമ്മാ എടുത്തിട്ട് അത്രേ ഉള്ളൂ. പിന്നെ കണ്ണിൻ്റെ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെങ്ത് കൊടുക്കാം. എൻ്റെ അടിയാവൽ ഓവർ. ഇനി ധൃതി വെച്ച് ഇറങ്ങി ഓടണം, അതാണ് പരിപാടി. ഇനി മുടി ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യണം. പിന്നെ ഡ്രൈ ചെയ്യുന്ന സീൻസിനകത്ത് ഡ്രൈ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ കേൾസ് റിട്ടേൺ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കേൾസ് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കേളിങ് ചെയ്യും. ഞാൻ കാണിച്ചില്ല, എൻ്റെ ഷാമ്പൂ കണ്ടീഷണർ അംബോട്ടോ ജിയാനിനി എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് കേൾസ് ശരിക്കും പറഞ്ഞാൽ ആദ്യം മുടി ഒന്ന് ഡീറ്റാങ്കിൾ ചെയ്യണം. എന്നിട്ട് ഡീറ്റാങ്കിൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മോസ്റ്റ്ലി നമ്മുടെ റൂട്ട്സിലേക്ക് ഇടരുത് ഒരു സാധനങ്ങളും. ഷാമ്പൂ കണ്ടീഷണർ ആണെങ്കിൽ പോലും റൂട്ട്സിലേക്ക് അധികം ഇടരുതെന്നാണ് പറയാം. ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ഒറ്റക്കൊറ്റയ്ക്കായിട്ട് മാക്സിമം. ഇതിപ്പോൾ കുറേ ഇതിനകത്ത് ഇപ്പോൾ ജാഡാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഷോ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് ഹെയർ പ്രോഡക്ട്സ് ഒക്കെ മുടിയിൽ യൂസ് ചെയ്തുകൊണ്ട് ഭയങ്കര സീനാണ്. അപ്പം അത് കഴിഞ്ഞ് വന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് എണ്ണയിൽ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് ഈ കേളി ഹെയർ ഉള്ള ആൾക്കാരൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മോസ്റ്റ്ലി ബാക്കിയുള്ള ആൾക്കാരെ പോലെ ഇപ്പം ഹെയർ ഡ്രയർ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ് ബ്ലോ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ താഴെ ഡിഫ്യൂസർ വെച്ചിട്ടാണ് ചെയ്യുക. അല്ലെങ്കിൽ മുടിയുടെ ആ ഒരു കേൾസിൻ്റെ ആ ഒരു ഡെഫിനിഷൻ അങ്ങ് പോയി കിട്ടും.
ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ വേഗം മാറിക്കടന്നു കൊടുക്കത്തുള്ളൂ. ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് സമയം എടുത്ത് ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെ ധൃതി വെച്ച് ചെയ്യരുത്. അപ്പം ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്യാം. എന്തായാലും ഇങ്ങനെ കേൾ ചെയ്ത് കൊടുക്കുക, ആവശ്യത്തിന് എടുക്കുക. കുറേ കണ്ടമാനം എടുക്കുന്നതിനകത്ത് കാര്യമില്ല. നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ കേളിയായിട്ട് കാണാൻ ആഗ്രഹം അവിടെയൊക്കെ കളി. ഓക്കെ, അതിനകത്ത് നെയ് പൊട്ട് സെലക്ട് ചെയ്തു. കറക്റ്റാണെന്ന് വിശ്വസിക്കാം. ആണോ? സോ ദാറ്റ്സ് ഇറ്റ്. കമ്മൽമാല പരിപാടികളൊന്നും ഞാൻ അങ്ങനെ അധികം ഇട്ട് നിങ്ങൾ കണ്ടു കാണില്ല. എനിക്കൊരു ഹൂപ്പാണ് എൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ആ ഹൂപ്പ് ഇപ്പം എന്തായാലും അമ്പലത്തിൽ പോകുന്നൊന്നും ഇടുന്നില്ല. സോ ദാറ്റ്സ് ദാറ്റ്. ഇന്ന് മുടിയൊന്നും ഉണക്കാൻ സമയമില്ല, ഈറനോടെ പോകണം. സോ ദാറ്റ്സ് ദാറ്റ്. ഇത്രേ ഉള്ളൂ പരിപാടി. മുടിയൊന്നും ഉണക്കാൻ പറ്റിയില്ല, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഇങ്ങനെയൊക്കെ പറ്റിയുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് മുടിയൊന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല പ്ലാൻ ചെയ്ത പോലെ. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം അല്ലേ? അങ്ങനെ നേരെ ഞങ്ങൾ അമൃതേച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. അപ്പം ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഓർത്തു. അമ്പലത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് എനിക്ക് പണ്ടുണ്ടായൊരു മെമ്മറി ഞാൻ ഓർത്തു. അത് എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പ് എന്തോ ഞാൻ കൊടുങ്ങല്ലൂർ അമ്മയടുത്ത് പോയതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആക്ച്വലി വണ്ടിയിലേക്ക് കയറിയപ്പോൾ എൻ്റെ ബ്ലൂടൂത്ത് എന്തോ കണക്റ്റായിട്ട് മൈക്ക് മ്യൂട്ടായി പോയി. പക്ഷേ ആക്ച്വലി ആ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയണേ. അത് ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയാം. ഒന്നുമല്ല, ഞാൻ പണ്ട് ഒരു വർഷം മുമ്പ് എന്തോ കൊടുങ്ങല്ലൂർ അമ്മയടുത്ത് പോയപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയിൽ ഞാൻ ചെല്ലണോ, അമ്പലത്തിൻ്റെ ചുറ്റുപാടുകൾ കാണിക്കണോ, പ്രാർത്ഥിച്ച് ഇറങ്ങണോ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അന്നത് കണ്ടു നിന്ന ഒരു ചേച്ചി ഞാൻ തോന്നുന്നു കമൻറ്റ് ചെയ്തു. അതിനകത്തപ്പം എനിക്ക് നല്ല ദർശനം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ അതിൻ്റെ ഹെഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടിരുന്നൊരു ചേച്ചി എൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരുന്നു, ഇല്ല അഭിരാമി ജസ്റ്റ് വന്ന് വീഡിയോ എടുത്തിട്ട് പോവുക ചെയ്ത്, പ്രാർത്ഥിച്ചൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി അതല്ല എൻ്റെ പുറകിലുള്ള റിയാലിറ്റി. എനിക്ക് 2 ദിവസമായിട്ട് തൃപ്രായറും കൊടുങ്ങല്ലൂരൊക്കെ ആയിട്ട് കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഒരുപാട് മുമ്പാണ് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ചെയ്ത് തീർത്ത് അത് 2 ദിവസമായിട്ട് ദർശനമൊക്കെ 2 ദിവസമായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ പോയി അതായത് അതിന് മുന്നത്തെ ദിവസം ദർശനവും കാര്യങ്ങളും എൻ്റെ വഴിപാടുകൾ ചെയ്ത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ തൃപ്രായർ പോയി തിരിച്ച് വരുമ്പം പ്രസാദം എന്തോ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്ക് അവിടുത്തെ ഭണ്ഡാരത്തിൽ കുറച്ച് പൈസ ഇടലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ 2ാമത് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട്, അന്നെന്തോ സ്പെഷ്യൽ ഡേ ആയിരുന്നു, ഭയങ്കര ഭംഗിയായിട്ട് ഒരുക്കിയേക്കുന്ന എല്ലാം ചുറ്റുപാടുകളൊക്കെ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടതായിരുന്നു അത്. അപ്പം പക്ഷേ ആ ചേച്ചി കണ്ടപ്പോൾ ഞാൻ അതിനകത്താണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദർശനമൊക്കെ കിട്ടി, സന്തോഷമായി. പക്ഷെ എൻ്റെ മൈൻഡിൽ തലേ ദിവസം ദർശനം കിട്ടിയായിരുന്നു. എനിക്ക് അടുത്ത ദിവസത്താണ് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. പക്ഷേ ആ ചേച്ചി കാണുമ്പോൾ എന്താ അവരെന്ന് വെച്ചാൽ ഞാൻ വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി എന്നൊക്കെയുള്ളൊരിത്. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. എന്നിട്ട് ഞാൻ അവരുടെ ആ കമൻറ്റ് സ്ക്രീൻഷോട്ട് ചെയ്തെടുത്ത് വെച്ചു. പിന്നീട് ആ അക്കൗണ്ടൊക്കെ ഒന്ന് തപ്പിപ്പോയി ചാറ്റ് ചെയ്ത് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നീട് എനിക്ക് തപ്പിപ്പോയപ്പോൾ ആ അക്കൗണ്ട് കിട്ടിയില്ല. അതെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ചേച്ചിക്കും കൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ചുമ്മാ ഒന്നും പോയിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല കേട്ടോ. അങ്ങനത്തെയൊക്കെ കുറേ തെറ്റിദ്ധാരണകളുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും എനിക്കിഷ്ടമുള്ള ആൾക്കാരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ വന്നാൽ അത് ക്ലാരിഫൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെൻ്റെ ഒരു സ്വഭാവമാണ്. ഞാൻ ഒരുപാട് വട്ടം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ വന്ന് കാണുന്ന കാര്യം പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രൂഫാണ് എൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റ്, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഇൻസിഡൻറ്റ്. അപ്പം ആ ചേച്ചി പെട്ടെന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരാൾ വന്നു, ഇതാ വീഡിയോ ഒക്കെ എടുത്ത് പോകണു. പക്ഷേ അതിന് മുൻപ് ഞാൻ അവിടെ വഴിപാടുകൾ ചെയ്തെന്നും ഞാൻ ഉദ്ദേശിച്ച് എനിക്ക് കിട്ടിയ ദർശനം എന്ന് പറയുന്നത് എൻ്റെ തലേ ദിവസത്തെ ദർശനമാണെന്നും എനിക്ക് അവിടെ ഭണ്ഡാരത്തിൽ പോയി പൈസ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പം അതാണ് എൻ്റെ പുറകുള്ള സംഭവം. അപ്പം നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ മാത്രം എന്താ പറയുക വിശ്വസിക്കേണ്ട. അതിന് മുൻപും പിൻപൊക്കെ കുറേ വേറെ കഥകളും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും എല്ലാവരുടെയും ജേണിയിലുണ്ടാവും. പിന്നെ നമ്മൾ വ്ളോഗേഴ്സും അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ ലൈഫ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങൾ സംസാരിക്കാനും പറയാനും എന്നൊക്കെയുള്ള റിയലൈസേഷൻ ആയിരുന്നു എനിക്ക് അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് കിട്ടിയത്. പിന്നെ നമ്മുടെ ഉള്ളിൽ സത്യത്തിൻ്റെ ആ ഒരു ബോധം ഉണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആ റൂട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിക്കോളും. അപ്പം പെട്ടെന്ന് അമ്പലത്തിൽ പോകുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഞാനത് ഓർത്തു. അത് ഞാൻ നിങ്ങളുടെ പറയണം എന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. എന്നിട്ട് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് കഴിഞ്ഞ് നേരെ ചേച്ചിനെ പിക്ക് ചെയ്യാൻ പോയി. അവിടുന്ന് നേരെ അമ്പലങ്ങളിലേക്ക് വിട്ടു.
അമ്പലത്തിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്തില്ല. ആക്ച്വലി അന്നത്തെ ആ ഒരു വീഡിയോയിലോട് കൂടെ തന്നെ എനിക്കറിയില്ല, ചെറിയൊരു ടെൻഷനായി ഇനി എങ്ങനെയൊക്കെയാണ് ആൾക്കാർ അതൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാന്നുള്ളത്. നമ്മൾ അത്രയൊന്നും ചിന്തിക്കില്ലല്ലോ. അതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു ഭംഗിയൊക്കെ കാണുമ്പോൾ നമുക്ക് നാച്ചുറലി എനിക്ക് കാണാൻ കിട്ടിയ ആ ഒരു സൗന്ദര്യം എന്ന് വെച്ചാൽ ആ കാണുന്ന ഒരു കാഴ്ചയുടെ സൗന്ദര്യം നിങ്ങളിലേക്കും കൂടി എത്തിക്കുക എന്നുള്ളതല്ലേ വിചാരിക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കാനാടിയിലേക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അടുത്തോട്ടം കാണുന്നവരേക്കും മിയാമി സൈനിങ് ഓഫ് ടാറ്റാ. അപ്പോൾ അടുത്തോട്ടം കാണുന്നവരേക്കും ഇറ്റ്സ് മിയാമി സൈനിങ് ഓഫ്. അപ്പോൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ടാറ്റാ, ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.